ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനും അല്ലേട്ടനും ചേച്ചിയുടെ വീട്ടിലേക്ക് മുരിങ്ങയ്ക്ക പറിക്കാനായിട്ട് പോയതാണേ. താഴെയുള്ളതിനേക്കാളും കൂടുതൽ ടെറസിൻ്റെ മണ്ടയ്ക്ക് ആയതുകൊണ്ട് തന്നെ വെയിലത്ത് ഞാനും അല്ലേട്ടനും ചേച്ചിയും കൂടി ടെറസിലേക്ക് പോയി കേട്ടോ. അവിടെയാണെങ്കിൽ മുല്ലപ്പൂ പോലെ ഒരുപാട് പൂവുണ്ടായി കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവ് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് പറിച്ചെടുത്ത് തോരൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പൂ പറിക്കാൻ തുടങ്ങി കേട്ടോ. കായ ഉണ്ടാകാത്ത പൂവാണേ പറിച്ചെടുക്കുന്നത്. ആ സമയത്ത് അല്ലേട്ടൻ എനിക്ക് ടെറസിൻ്റെ മേളിൽ നിന്ന് കുറച്ച് മുരിങ്ങയ്ക്കയും പറിച്ചെടുത്ത് തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കമ്പൊടിഞ്ഞ് വീണു. അങ്ങനെ എനിക്ക് കുറച്ച് ഇലയും കിട്ടി. അപ്പോൾ ഒരു വെടിക്ക് 3 പക്ഷി എന്ന രീതിയിൽ ഞാൻ കുറച്ച് ഇലയും പൂവും കായും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വൃത്തിയാക്കാനുള്ള മടി കാരണം ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. അമ്മ വൃത്തിയാക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അരപ്പ് തയ്യാറാക്കി എന്നിട്ട് പൂവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ടേസ്റ്റ് അറിയാനുള്ള ഒരു ആക്രാന്തം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എണ്ണ ഇപ്പോൾ പൊട്ടി മൊത്തത്തിൽ മുഖത്ത് തെറിച്ച് വീണേനെ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് അരപ്പ് പച്ചമണമൊന്ന് മാറി വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ ഈ മാറ്റി വെച്ചേക്കുന്ന പൂവും കൂടി അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പൂവിട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് സെയിം മുല്ലപ്പൂ ഇട്ടാട്ടോ തോന്നിയത്. എന്നിട്ട് ഞാനിത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വെന്താൽ മതി, അധികം വേവില്ല. എന്നിട്ട് ഞാനത് തോർത്തി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ.